ഹായ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് സ്കാർബ്രോ വരെ ഒന്ന് പോകണം, പ്ലസ് കനേഡിയൻ ടയറിലും കൂടെ ഒന്ന് കയറണം. സോ നമ്മൾ ഇന്ന് ഏത് വണ്ടി എടുക്കുമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ എം ഡി എക്സിൻ്റെ കീ വരുന്നത്. എം ഡി എക്സിന് പോകാം എന്ന് ഓർക്കുന്നു. ഇതാണ് നമ്മുടെ 400-ൻ്റെ കീ. പഴയ വണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കീയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ മറ്റേ കീലെസ് റിമോട്ട് നോക്കുന്നുണ്ട്, അത് ഒരെണ്ണം കിട്ടിയാൽ മേടിക്കാമെന്ന് ഓർത്തിരിക്കുന്നു. സോ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഇതിൽ ആക്ച്വലി ഒരു എന്താ പറയുക, റിമോട്ട് സ്റ്റാർട്ടറുണ്ട്. പാഴ്സൽ വന്നിട്ടുണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെ. സോ ഇത് നമ്മുടെ വണ്ടി കിടക്കുന്നു. MDX 2009 മോഡൽ വരുന്നത്. സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഇതാണ് നമ്മുടെ 400. ദിസ് ഈസ് ഓൾഡ്. ഇത് 1998 വരുന്നത്. നമ്മൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വെച്ചതേ ഉള്ളൂ, ഈ ഡിച്ച് ലൈറ്റ്. പക്ഷേ ഞാനിത് കണക്ഷൻ കൊടുത്തിട്ടില്ല. ഈ മേളിലിരിക്കുന്ന റൂഫ് ലൈറ്റും ഇത് ഒരുമിച്ച് കൊടുക്കാമെന്ന് ഓർത്തായിരിക്കുന്നത്. പക്ഷേ തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങി പണിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ളൊരു ഫുൾ വീഡിയോ നമ്മളിങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഞാൻ ചുമ്മാ അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇന്നത്തെ ഒരു ഡെയിലി ലൈഫ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ MDX. നൈസ് വണ്ടിയാണ്. ഇതുപോലെ തന്നെ 7 സീറ്റർ വണ്ടിയാണ്. എൻജിൻ വരുന്നത് 3.7 ലിറ്റർ V6. സോ ഇതാണ് നമ്മുടെ കീ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓൾറെഡി റിമോട്ട് സ്റ്റാർട്ടർ ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. ഇപ്പം കറൻ്റ്ലി 5 ഡിഗ്രി സെൽഷ്യസും കണ്ട. സോ വലിയ തണുപ്പില്ല. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഈ ലോക്ക് ബട്ടണിൽ 3 തവണ ഞെക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ഇപ്പം വണ്ടി ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അതാണിപ്പം ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് കഴിഞ്ഞ ദിവസം മാറിയത്, പക്ഷെ എനിക്കൊന്ന് തണുപ്പിൻ്റെ ഈ വെള്ളം കയറിയതാണെന്ന് തോന്നുന്നു. സോ ഇനി നമ്മൾ നേരെ കനേഡിയൻ ടയറിൽ ഒന്ന് പോകണം. കനേഡിയൻ ടയറിൽ പോയിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ, സ്കാർബ്രോ വരെ പോകാൻ. സോ വണ്ടി ഒന്ന് കഴുകാറായി. ഇതുവരെ വണ്ടി കഴുകിയിട്ടില്ല കേട്ടോ. ആക്ച്വലി ഈ വിൻ്ററിൻ്റെ ഈ ഇത് തെറിക്കുന്ന, ഈ സോൾട്ട് തെറിക്കുന്നതാണ് ഈ വെള്ളക്കടലിങ്ങനെ ഇരിക്കുന്നത്. എനിവേ നമുക്ക് ഇപ്പം കനേഡിയൻ ടയറിൽ പോകാം. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മുടെ വീട്ടിലെ സൂപ്പർ കാർ വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ വീട്ടിലെ സൂപ്പർ കാർ, 2024 മോഡൽ ഹ്യുണ്ടായി എലാൻഡ്ര. നമ്മൾ വണ്ടിയിലേക്ക് കയറി. വണ്ടി ആക്ച്വലി നല്ല മറിഞ്ഞായിരിക്കുന്നത്, കാരണം കഴുകിയിട്ട് കുറച്ച് ദിവസമായി. ഇതുപോലെ തന്നെ ഇതിൽ മെമ്മറി സീറ്റ് ഉണ്ട്. സോ മെമ്മറി സീറ്റ് ഉള്ളത് കൊണ്ട് ഒറ്റ പ്രസ്സിൽ എല്ലാ കാര്യങ്ങളും നടക്കും. വണ്ടി ഓൾറെഡി സ്റ്റാർട്ടായിട്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് കീ ഇട്ട് തിരിച്ചാൽ മതി. വണ്ടി സ്റ്റാർട്ടാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊന്ന് വണ്ടി റിവേഴ്സ് എടുക്കണം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇറങ്ങി കനേഡിയൻ ടയറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വഴി തിരക്കായിരിക്കും ചിലപ്പം, നമുക്ക് നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത് കറൻ്റ്ലി ഫോൺ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻ കേസ് പോലീസ് പുൾ ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഓക്കെ ഗൈസ്, കനേഡിയൻ ടയറിലെത്തി. ഇതാണ് കനേഡിയൻ ടയർ, ഇവിടുത്തെ പിക്കറിങ് കനേഡിയൻ ടയർ. സോ നമുക്ക് ആദ്യം പോയി നോക്കാം. സോ ഇവിടെ വന്നേക്കുന്നത് മെയിൻലി 2 സംഭവങ്ങൾ മേടിക്കാനാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മെയിൻലി ടയർ പോളിഷ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതെൻ്റെ തീർന്നു, അതെടുക്കാൻ വേണ്ടിയാണ്. അത് ഇവിടെ എവിടെയാണ് ഇരിക്കുന്നത്, നോക്കട്ടെ. ടയർ ഷൈഡ് നിങ്ങൾ കണ്ടോ അതിനെ പറയുന്നതെന്ന് തോന്നുന്നു.
ഓക്കെ ഗൈസ്, കിട്ടി. ഈ ടയർ ഷൈൻ മേടിക്കാനായിരുന്നു എൻ്റെ കയ്യിലിരുന്ന് തീർന്നു. പക്ഷേ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നത് വേറൊരു കമ്പനിയുടെ ആയിരുന്നു. പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർക്കുന്നു. ഇതിന് വരുന്നത് $14. നോക്കാം, മിക്കവാറും കുഴപ്പമില്ലായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ബ്ലാക്ക് മറ്റേ വാട്ടർ സ്പോട്ട് റിമൂവർ അല്ലേ, അതും കൂടെ നോക്കണം. അതെവിടെയാണ് കണ്ടുപിടിക്കണം, നോക്കട്ടെ ഗൈസ്. ഞാൻ പിന്നെ ഇതെടുത്തു. കുറച്ചും കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി, അതുകൊണ്ട് ഇതെടുത്തു. ഈ കമ്പനിയുടെ തന്നെ ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇടുന്നത്, പക്ഷേ വേറൊരു പാക്കിങ്ങിലാണ് വന്നത്. പക്ഷേ ഇത് അത്യാവശ്യം കൊള്ളാം, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് എടുക്കാമെന്ന് വെച്ചു. സോ നമ്മൾക്ക് വേണ്ട സാധനം കിട്ടി. ഞാൻ പിന്നെ വാട്ടർ റിമൂവർ ആ സംഭവം നോക്കിക്കഴിഞ്ഞപ്പം ആക്ച്വലി അതിനകത്ത് നല്ലതൊന്നും കണ്ടില്ല. അപ്പം ആമസോണിൽ നിന്ന് പിന്നെ എപ്പോഴേലും ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം നമുക്കിത് പേ ചെയ്തിട്ട് ഇറങ്ങാം. ഓക്കെ, അതുപോലെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സാധനം എടുത്തിട്ട് ഇൻ കേസ് അവിടെ ഇതിൻ്റെ വില എത്രയാണെന്ന് എഴുതിയിട്ടില്ല, നമുക്ക് വില എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവരുടെ ആപ്പിൽ നോക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മെഷീൻസുകളൊക്കെ കാണും. ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് പറയും. ഇതിപ്പം വന്നേക്കുന്നത് ഓൾമോസ്റ്റ് $14. പിന്നെ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അങ്ങനത്തെ കുറേ സെറ്റപ്പുകൾ ഇതിനകത്തുണ്ട്. സോ എനിവേ പേ ചെയ്തിട്ട് ഇറങ്ങട്ടെ. ഗൈസ്, പേയ്മെൻറ്റ് ചെയ്തു, സാധനം കിട്ടി. ഇനി നമ്മൾ നേരെ സ്കാർബോയിലേക്കാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. സോ അതാണ് മെയിൻലി. ഇനി സ്കാർബോ പോകണം, ഒരാളെ ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് നേരെ തിരിച്ചു വരണം. ഇല്ല, വണ്ടി കഴുകണമെന്നുണ്ടായിരുന്നു. വണ്ടിയുടെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പക്ഷേ ഇന്ന് മടിയായിപ്പോയി ഗൈസ്. നാളെ എല്ലാം പോയി കഴുകാം എന്ന് ഓർക്കുന്നു. വണ്ടിയിൽ കയറട്ടെ. ഓക്കെ, പിന്നെ ഒരു സംഭവം കാണിച്ചു തരാനുള്ളത്, ഇത് ആക്ച്വലി നമ്മൾ കീ ഇതിലിടുമ്പോൾ സ്റ്റിയറിങ് നേരെ താഴേക്ക് വരും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തിരിച്ച് വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല, ജസ്റ്റ് 1 ടാപ്പിൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. ഓക്കെ, ഇനി സ്ട്രൈറ്റ് ടു സ്കാർബോ. ഓക്കെ ഗൈസ്, നമ്മൾ സ്കാബ്രോയിൽ ആളെ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് വേറെ പരിപാടിയൊന്നും ഇല്ല എന്ന് മനസ്സിലായത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ നേരെ ഇവിടെ വന്നു, പസഫിക് മോൾ. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം, കയറി നോക്കട്ടെ, എന്നിട്ട് നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ആക്ച്വലി ചുമ്മാ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടതാട്ടോ ഈ സ്ഥലം. അപ്പോൾ ചുമ്മാ ഒന്ന് വന്ന് നോക്കാമെന്ന് ഓർത്തു.
ഗൈസ്, ഞാനിപ്പോൾ ഒരു കാറിൽ വെക്കുന്ന ഒരു എയർ ഫ്രഷ്നറും പിന്നെ ഒരു കീ ചെയിനും മേടിച്ചു. കീ ചെയിൻ ആക്ച്വലി അക്യൂറയുടെ കീ ചെയിൻ, പിന്നെ ഒരു എയർ ഫ്രഷ്നറും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ രാമൻ പ്ലസ് കബാബ് പിന്നെ ഈ ഫ്രൂട്ട്സും കൊണ്ടുള്ളൊരു സംഭവം അത് പ്ലസ് ഡയറ്റ് കോക്ക്, പിന്നെ ഇത് രാമൻ്റെ കൂടെ കിട്ടിയത് കേട്ടോ. ഇത്ര സാധനമാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. കഴിച്ചിട്ട് വരാം. എല്ലാം ഫിനിഷ് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി. കടകളെല്ലാം ഓൾറെഡി അടച്ചു തുടങ്ങി, കാരണം സമയം ഇപ്പോൾ ഗൈസ് അവിടുന്ന് ഇറങ്ങി. കടകളെല്ലാം ഓൾറെഡി അടച്ചു തുടങ്ങിയായിരുന്നു, കാരണം സമയം ഇപ്പം 7-8 മണിയാകുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നേരെ ചെന്നിട്ട് വീട്ടിൽ ചെല്ലുക, വിശ്രമിക്കുക. അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി, ഇനിയുള്ള മെയിൻ പരിപാടി. സോ വണ്ടി ഇവിടെ ഓൾറെഡി ഉണ്ട്. പാർക്കിംഗ് ലോട്ടൊക്കെ ഓൾറെഡി എംപ്റ്റി ആണ്, കാരണം സമയം ഇത്ര ആയല്ലോ. ഓക്കെ, ഇനി പോയേക്കാം. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഗ്യാസ് അടിക്കാൻ വന്നാണ് ഗൈസ്. ഗ്യാസ് അടിച്ചോണ്ടിരിക്കുന്നു. ഗ്യാസില്ലായിരുന്നു. 5000 രൂപയാവും, നോക്കട്ടെ. അറ്റ് ലാസ്റ്റ് $108, 65 ലിറ്റർ, 65 സംതിങ് ലിറ്റർ കയറി. ഓക്കെ, സെറ്റ്. ഇനി നേരെ വീട്. നേരത്തെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ എണ്ണ തീർന്ന കാര്യം ഇപ്പോൾ അറിഞ്ഞത്. സ്റ്റാർട്ടാക്കട്ടെ. ഗൈസ്, വീട്ടിലെത്തി ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.